നമസ്തേ, ഏവർക്കും ശ്രീവിനായക ജ്യോതിഷ വാസ്തുവിദ്യാപീഠത്തിന്റെ ജ്യോതിഷ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് മകം നക്ഷത്രത്തിന്റെ പ്രത്യേകതകളെ പറ്റിയാണ്. മകം നക്ഷത്രക്കാർക്ക് 2024 വരാൻ പോകുന്ന ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ചും അവർക്ക് എന്തൊക്കെ ദോഷങ്ങളാണ് വരാൻ പോകുന്നതിനെക്കുറിച്ചുമാണ് നമ്മളിന്ന് പ്രതിപാദിക്കാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളും ഹസ്തരേഖപരമായിട്ടുള്ള കാര്യങ്ങളും നക്ഷത്രശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മുടെ ഈ ചാനലിലൂടെ പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ ആർക്കെങ്കിലും ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാനുള്ള നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് മകം നക്ഷത്രത്തെ പറ്റിയാണ്. മകം നക്ഷത്രത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിൽ നുകത്തിന്റെ ആകൃതിയിൽ വെട്ടിത്തിളങ്ങുന്ന 5 നക്ഷത്രങ്ങളുടെ ചേർന്നാണ് മകം നക്ഷത്രം എന്ന് പറയുന്നത്. ആകാശപ്പരപ്പിൽ നമ്മൾ കാണപ്പെടുന്ന നക്ഷത്രങ്ങളുടെ ഇടയിൽ മൃഗാക്രസ്റ്റിൽ കാണപ്പെടുന്ന 5 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് മകം നക്ഷത്രം എന്ന് നമ്മൾ പറയുന്നത്. ഈ നക്ഷത്രത്തിന്റെ നക്ഷത്രാധിപൻ കേതുവാണ്. മകം 3 നാളല്ലാത്തത് കൊണ്ട് നല്ല ശുഭകാര്യങ്ങൾക്കൊന്നും തന്നെ നമ്മളിത് എടുക്കാറില്ല. ചിലർ ദേവജ്ഞന്മാർ എടുക്കാറുമുണ്ട്. വിവാഹം, യുദ്ധം എന്നിവയ്ക്ക് മുഹൂർത്തം കുറിക്കാൻ നല്ലതാണ്. മകം പിറന്ന മങ്ക എന്നൊരു ചൊല്ല് തന്നെ നമ്മുടെ നാട്ടുപ്രമാണങ്ങളിലുണ്ട്. അതൊരു നാട്ടുപ്രമാണം മാത്രമാണ്. ജ്യോതിഷത്തിൽ അത് അങ്ങനെയില്ല. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രഹനില, നമ്മുടെ ജന്മസമയത്ത് ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ജീവിതാനുഭവങ്ങൾ വരിക. മകൻ നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് നല്ലതായിരിക്കണം എന്നില്ല. എല്ലാ നക്ഷത്രങ്ങളിലും ജനിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ നല്ല സമയത്ത് ജനിക്കണം, നല്ല രീതിയിലായിരിക്കണം ഗ്രഹനില ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദോഷ ദുരിതങ്ങളൊക്കെ മാറി നമുക്ക് ഐശ്വര്യവും സമ്പത്തും നേടിത്തരുന്ന എല്ലാ നാളും 2024 മകൻ നക്ഷത്രക്കാർക്ക് 7-ൽ ശനി ആയതുകൊണ്ട് ശനിദശയാണ്, കണ്ടക ശനിദശയാണ് അനുഭവപ്പെടുക. കുടുംബത്തിൽ രോഗദുരിതങ്ങൾ, ഭാര്യഭർത്ത രോഗപീഡ, കലഹം, ധനനഷ്ടം, ഐശ്വര്യനഷ്ടം, ഭാഗ്യദയാപുണ്യ, കുടുംബകാര്യങ്ങളിൽ വിഘ്നം, ധനനഷ്ടം, നഷ്ടപ്പെട്ട ധനം തിരികെ കിട്ടാതിരിക്കുക, വിവാദങ്ങൾ, ശത്രുവിനെ കൊണ്ട് ദോഷം, വ്യവഹാരം, പോലീസ് കേസൊക്കെ 2024 ഇവർക്ക് പ്രതീക്ഷിക്കാം. നല്ല അനുഭവങ്ങളായിരിക്കില്ല കൂടുതലും, പക്ഷേ നല്ല അനുഭവങ്ങളും ഉണ്ടാവും. മറ്റ് ഗ്രഹങ്ങളിൽ ശുക്രനെ കൊണ്ടും ബുധനെ കൊണ്ടും വ്യാഴത്തെ കൊണ്ടുമൊക്കെ നല്ല ഫലങ്ങൾ ഉണ്ടാവുമെങ്കിലും ശനീശ്വരൻ മാത്രം കണ്ടകശനിയിലായതുകൊണ്ട് 7-ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് കൊണ്ട് കുറച്ച് ദോഷദുരിതങ്ങളുണ്ട്. മകനക്ഷത്രക്കാൽ തികഞ്ഞ ഈശ്വരവിശ്വാസികളാണെങ്കിലും അന്ധവിശ്വാസത്തെയും യഥാസ്ഥിതികത്വത്തെയും അങ്ങേയറ്റം അവജ്ഞയോടെ കാണുന്നവരാണ്. എന്നാൽ നല്ല പാരമ്പര്യ സിദ്ധാന്തങ്ങളെ അവനവൻ്റെ ജീവിതത്തിൽ പകർത്താറുമുണ്ട്. സൗമ്യ സ്വഭാവക്കാരാണെങ്കിലും ഇവർ ക്ഷിപ്രകോപികളാണ്. അവർക്ക് വളരെയധികം ദേഷ്യം വരുന്ന ഒരു സ്വഭാവമാണ്. ചില സമയത്ത് ഇവരെ ദേഷ്യപ്പെടും. പെട്ടെന്ന് തണുക്കുകയും പെട്ടെന്ന് ചൂടാവുകയും ചെയ്യുന്ന ഒരു പ്രകൃതമായിരിക്കും. അധികം സംസാരിക്കുന്ന സ്വഭാവക്കാരായിരിക്കുകയില്ല. മകൻ നക്ഷത്രക്കാരിൽ അധികം 90% പേരും അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരല്ല. വളരെ സൗമ്യമായിട്ടുള്ള പ്രകൃതമുള്ളവരായിരിക്കും. പക്ഷേ ചിലർ വളരെയധികം സംസാരിക്കുന്നതുമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരുടെ ജന്മസമയ ഗ്രഹനില പ്രകാരം കൊണ്ടാണത്. 2024 രാഹു 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അപകടങ്ങൾ, പ്രണയനൈരാശ്യം, വ്യവഹാരങ്ങളിൽ പെടുക, കലഹങ്ങളിൽ ഏർപ്പെടാൻ വഴക്കുകളിലൊക്കെ ഏർപ്പെടാൻ വളരെയധികം സാധ്യതയുണ്ട്. വ്യവഹാരങ്ങൾ, കേസുകൾ, കോടതികൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. മുതിർന്നവരെ ബഹുമാനിക്കുകയും മറ്റുള്ളവരുടെ വാത്സല്യത്തിന് പാത്രമാവുകയും നല്ല രീതിയിലുള്ള ശാരീരിക ബലത്തോടു കൂടി ആയിരിക്കും ഇവര്. എന്നാൽ ചിലർ മെലിഞ്ഞ ശരീരപ്രകൃതിയും കണ്ടുവരുന്നുണ്ട്. സരസത പോലെ വിരസതകൾ ഇവരധികം പേർക്കും ഉണ്ടാകാറുണ്ടെങ്കിലും അഹങ്കാരികളായും കണ്ടുവരുന്നുണ്ട്. അഹംഭാവം, മകം നക്ഷത്രത്തിന് അഹംഭാവം ഒരു പ്രത്യേകത തന്നെയാണ്. ധൃതി പിടിച്ചുള്ള പ്രവർത്തന ശൈലിയായിരിക്കും ഇവരുടേത്. അഭിമാനികളും ഹൃദയവിശാലതയും നിസ്വാർത്ഥരും ആരെയും ഭവയ്ക്കാത്ത പ്രകൃതക്കാരുമായിരിക്കും. സ്വന്തം പ്രയത്നം കൊണ്ടുള്ള ഉയർച്ചയായിരിക്കും ഇവർക്കുണ്ടാവുക. ഞാനെന്ന ബോധം ഇവർക്കുണ്ടായിരിക്കും. 2024 സാഹിത്യവാസനയും സാംസ്കാരിക വാസനയും അടിയുറച്ച ഈശ്വരവിശ്വാസവും മനസ്സും ഇവർക്കുണ്ടായിരിക്കുന്നതാണ്. ജീവിത പങ്കാളിയോട് അതിരു കവിഞ്ഞ സ്നേഹപ്രകടനങ്ങൾ ഒന്നും തന്നെ കാണിക്കാറില്ല. സ്ഥിരമായ അഭിപ്രായം ഏത് കാര്യത്തിലും ഇവർക്ക് പ്രകടമാക്കും. 24 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഇവർക്ക് വളരെ ദുരിതങ്ങളായിരിക്കും. മകൻ നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ സംതൃപ്തരാണെങ്കിലും ചിലരുടെ ജാതകവശാൽ 7-ാം ഭാവാധിപൻ ശനിയായതുകൊണ്ട് ഇവരുടെ വൈവാഹിക ജീവിതവും മറ്റുള്ളവരുമായുള്ള സഹവർത്തിത്വവും അത്ര നല്ല രീതിയിലായിരിക്കില്ല കാണപ്പെടുക. ഭാര്യയുടെ രോഗവും വിപരീത സ്വഭാവവും വിവാഹ ജീവിതത്തിന്റെ ഒഴുക്കിനെ ബാധിക്കാറുണ്ട്. ഇവർക്ക് മാതൃഗുണം കൂടുതലായിരിക്കും. ശത്രുക്കളോട് യാതൊരു കരുണയുമില്ലാതെ പ്രവർത്തിക്കുന്നവരായിരിക്കും. മകം നാളിന്റെ ആദ്യത്തെ കാൽഭാഗത്തിന്റെ ഗണ്ഡാന്തരം എന്നൊരു ദോഷമുണ്ട്. ഗണ്ഡാന്തരം എന്ന് പറയുന്ന ദോഷം
കുലത്തെ ആകപ്പാടെ നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനൊരു കണ്ടീഷൻസ് ഉണ്ട്. ചില കാര്യങ്ങളെല്ലാം കൂടെ ഒത്തുവന്നെങ്കിൽ മാത്രമേ ഖണ്ഡാന്തം എന്ന ഈ ദോഷം അവർക്ക് ബാധിക്കാറുള്ളൂ. മകത്തിൻ്റെ ആദ്യ പാദം, മൊത്തം 4 പാദമാണ്. അതിൽ ആദ്യ പാദത്തിൽ ജനിച്ചവർക്കാണ് ഈ ഖണ്ഡാന്തരം എന്ന ദോഷമുള്ളത്. പക്ഷേ ഈ പാദത്തിൽ ജനിക്കുന്ന വ്യക്തികൾ വലിയ ത്യാഗികളായിരിക്കും. സ്വന്തം ജീവിതം പോലും മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന പ്രകൃതക്കാരായിരിക്കും. 2004 ഉത്രം, ചിത്ര, വിശാഖം, ഉത്രട്ടാതി, രോഹിണി എന്നീ നാളുകാരുമായുള്ള ഇടപാടുകൾ മകൻ നക്ഷത്രക്കാർ വളരെയധികം സൂക്ഷിക്കണം. ഏതൊക്കെ നാളുകാരാണ്? ഉത്രം, ചിത്ര, വിശാഖം, ഉത്രട്ടാതി, രോഹിണി എന്നീ നക്ഷത്രക്കാരുമായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. ഇടപാടുകൾ, കാര്യകർത്തങ്ങൾ, ബിസിനസ്സുകൾ, കൊടുക്കൽ വാങ്ങലുകൾ, പണമിടപാടുകളൊക്കെ 2004 ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മകൻ നക്ഷത്രക്കാർ. വ്യാഴം, ചൊവ്വ, ആദിത്യൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ അനുയോജ്യമായ പരിഹാരം ചെയ്യണം. കറുപ്പ് നിറം പരമാവധി ഒഴിവാക്കുകയും വേണം. എന്തിനെങ്കിലും ശുഭകാര്യങ്ങൾക്ക് പോകുമ്പോൾ മകൻ നക്ഷത്രക്കാർ കറുപ്പ് നിറങ്ങൾ, കറുത്ത ഷർട്ട്, കറുത്ത ബാൻഡ്, അതുപോലെ തന്നെ മുണ്ടുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത്. അയ്യപ്പൻ്റെ അടുത്ത് പോകുമ്പോൾ, ശബരിമലയിൽ പോകുമ്പോൾ കറുപ്പ് ധരിക്കുന്ന പോലല്ല. ശുഭകാര്യങ്ങൾക്ക് അത്യധികം ജീവിതത്തിൽ അധികം പ്രധാനമുള്ള ശുഭകാര്യങ്ങൾക്ക് പോകുമ്പോൾ കറുപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശാസ്താവിന് നീലാഞ്ജനം, വിഷ്ണുവിന് പാൽപ്പായസം എന്നീ വഴിപാടുകൾ ഇപ്പോൾ കണ്ടകശനി ആയതുകൊണ്ട് ശാസ്ത്ര അയ്യപ്പ ക്ഷേത്രത്തിൽ പോവുക. നമ്മൾ അതുപോലെ തന്നെ ശനി യന്ത്രം വീട്ടിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ശാസ്ത്ര ഗായത്രി ചൊല്ലുന്നത് വളരെയധികം നല്ലതാണ്. ഓം രേവദന്തായ വിദ്മഹേ മഹാശാസ്തായ ധീമഹി തന്നോ ശാസ്ത്ര പ്രചോദയാത് എന്നാണ്. അതുപോലെ തന്നെ അയ്യപ്പ ഗായത്രി ചൊല്ലുന്നത് വളരെ നല്ലത്. ഓം ശബരിനാഥായ വിദ്മഹേ ശിവവിഷ്ണുപുത്രായ ധീമഹി തന്നോ മണികണ്ഠ പ്രചോദയാതാണ് എന്നാണ് അയ്യപ്പ ഗായത്രി. അത് ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ്. ശനി മൂലമന്ത്രവും ജപിക്കുന്നത് നല്ലതാണ്. കണ്ടകശനി ദോഷം വളരെയധികം ഈ നാളുകാരെ ഈ വർഷം ശ്രദ്ധിക്കണം. 2024 ഇവരുടെ ഭാഗ്യ നിറം പാടലം എന്ന് പറയുന്ന ഒരു നിറമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ കളർ ഇതിലുള്ളൊരു റെഡിഷ് ബ്രൗൺ ആണ്. ഭാഗ്യസംഖ്യ എന്ന് പറഞ്ഞാൽ 7 എന്ന് പറയുന്നതാണ് ഭാഗ്യസംഖ്യ. നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ എന്തുമാവട്ടെ കവടി പ്രശ്നം വീഡിയോ ആയി ലഭിക്കാൻ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. മുഹൂർത്തങ്ങൾ, പൊരുത്തം, ശത്രുദോഷങ്ങൾ, ആഭിചാരക്രിയ, പ്രതിവിധി, സമയദോഷങ്ങൾ, രോഗദുരിതം എന്ന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം തേടുവാനായി വീഡിയോയിലൂടെ നമ്മൾ പരിഹാരം നിർദ്ദേശിക്കും. വാട്സപ്പിലൂടെ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോട് സഹകരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് മകൻ നക്ഷത്രങ്ങളെ പറ്റി നമുക്ക് 2004 അവരുടെ ദുരിതങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞത്. ഇനിയും അടുത്ത ഒരു നക്ഷത്രവുമായി വീണ്ടും വരുന്നതാണെങ്കിൽ അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.